ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡിൻ്റെ ആവശ്യമുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ പോയിട്ടാണ്. ആ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡിങ് ലിങ്ക്, സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പല ഫോൺസിലും നമ്മുടെ വോളിയം വളരെ കുറവായിരിക്കും. പല ടൈപ്പ് ഫോൺ ഉണ്ടാവും. ഓൾറെഡി നല്ല വോളിയം ഉള്ള ഫോണൊക്കെ ഉണ്ടാവും. അതല്ലാതെ പഴയ മോഡൽ ഫോൺസ് അല്ലെങ്കിൽ പുതിയ മോഡൽ ഫോൺസ് ആയാലും, അതല്ല പല യൂട്യൂബ് വീഡിയോസ്, നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അണേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ മാക്സിമം ഇപ്പം ഓരോ മൂവീസിനൊക്കെ ലിമിറ്റ് ഉണ്ടാവും, വോളിയത്തിൻ്റെ ലിമിറ്റ് ഉണ്ടാവും, റെക്കോർഡ് ചെയ്ത ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ തന്നെ സ്പീക്കറിൻ്റെ വോളിയം എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിള് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാം. ആ സെർച്ച് ബട്ടണിൽ നമ്മൾ വോളിയം ബൂസ്റ്റർ ഗുഡ് ഡേവ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഈ സ്പീക്കറിൻ്റെ ഈ സിമ്പലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇത് ഫ്രീ ആണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് എനേബിൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഓൾറെഡി ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ, ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം, ഇത് 100% വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഒരു സോങ് എടുക്കുകയാണ്. സാമ്പിളായിട്ട് ഒരു സോങ് എടുക്കുന്നുണ്ട്. അതിപ്പം പ്ലേ ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഈ സൈഡിൽ ഇതാ ഫുൾ വോളിയമാണിപ്പോൾ, ഇവിടെ ഹൈഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ വോളിയം വരിക. അപ്പോൾ നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്നുകൂടി പ്ലേ ചെയ്യാണ്. അപ്പോൾ സ്റ്റോപ്പ് സർവീസ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പിളായിട്ട് ഇപ്പോൾ വേറെ വീഡിയോസ് എടുക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ മലയാളം ഫുൾ മൂവീസ് നിന്ന് ഉള്ള ഒരു ഇത് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ കുറേ റിസൾട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു വീഡിയോ ഇപ്പോൾ ഇതാണിപ്പം മാക്സിമം വോളിയം ഇതിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പം ബൂസ്റ്റ് 60% എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് താഴെ. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു, സെറ്റിങ്സിൽ പോയി. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. 60%, 10%, 100%. ഞാൻ ഇപ്പോൾ 100% ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ബാക്ക് കൊടുക്കുകയാണ്. ഇവിടെ 60% ഉള്ളത്, ഇപ്പോൾ 40% കൂടി എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. 100% ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ പ്ലേ ചെയ്യാണ്.
അപ്പോൾ അത് ഫുൾ വോളിയമാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വോളിയം ഇൻക്രീസ് ഞാൻ കുറക്കാണ്, 0% കൊടുത്തു, ബാക്ക് പോയി. അതിനുശേഷം വീണ്ടും പ്ലേ ചെയ്ത് നോക്കുകയാണ്. സൗണ്ട്സിൽ നല്ല വേരിയേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫുൾ വോളിയാണ്, നല്ല ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവർ ഓൾറെഡി ഇതിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഇവിടെ താഴെ കാണാൻ പറ്റും, വോളിയം പ്ലേയിങ് ഓഡിയോ അറ്റ് ഹൈ വോളിയം മേ ബി ഡാമേജ് സ്പീക്കേഴ്സ് ഓർ ഹിയറിംഗ്. അപ്പോൾ ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. ചിലപ്പം പഴയ ഫോൺസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി വോളിയം ഇൻക്രീസ് ചെയ്യാം. അതല്ല എന്നുള്ള രീതിയിലാണ് 100% വെക്കാതെ ഒരു 40% വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നത് ആ ഒരു സ്പീക്കേഴ്സിൻ്റെ കംപ്ലയിൻസ് ഒന്നും വരാതെ അത് സ്റ്റേബിളായിട്ട് നിർത്തും. അതിലധികം വോളിയം കൂട്ടുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ സ്പീക്കേഴ്സ് ഡാമേജ് ആവാനുള്ള കാരണങ്ങളൊക്കെ വരിക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിൽ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.